യെസ്, ഇന്നൊരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. മുഹമ്മദൻ സിസിയും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഒരു മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഗോൾ നേടിയ രണ്ട് താരങ്ങളാണ്. ഒന്ന് നോവാ സദോയും അതുപോലെ തന്നെ യൊഹൻബ മീട്ടയുമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടും മികച്ച ഗോളുകളായിരുന്നു. അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഞാൻ കണ്ടായിരുന്നു. നോവാ സദോ അടിച്ച ഗോളാണെങ്കിലും യൊഹൻബയുടെ വളരെ മികച്ചൊരു ക്ലാസ് ഗോളായിരുന്നു. സോ അദ്ദേഹം ഇങ്ങനെ ലോങ് റേഞ്ചർ ഗോൾ വേറൊരു തായ്ലൻഡ് പ്രീ സീസൺ ട്രെയിനിങ്ങിലും അടിക്കും നമ്മൾ കണ്ടതാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് ടീമിലും 4 ഫോറിനേഴ്സിനെ വെച്ച് ഇറങ്ങിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പറ്റീറ്റീവ് ഗെയിമായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, പലരും പറഞ്ഞൊരു കാര്യം, ഞാൻ ഗെയിം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, ബട്ട് പറഞ്ഞ് കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദൻ സിസിയാണ് കളി കൂടുതലും കൺട്രോൾ ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഗോൾ അടിച്ചു എന്നൊരു അഡ്വാൻറ്റേജേ ഉള്ളൂ, കൂടുതലായിട്ട് മുഹമ്മദൻ സിയുടെ അല്ലായിരുന്നു ആ ഒരു അഡ്വാൻറ്റേജ്. എന്തായാലും എൻഡ് ഓഫ് ദി റിസൾട്ട് എന്ന് പറയുന്നത് ഗോളാണ്, വിജയമാണ്. സോ അത് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കാൻ സാധിച്ചു. പിന്നെ ഇതൊരു ഫ്രണ്ട്ലിയാണ്, ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. എന്തായാലും വളരെ നല്ലൊരു മാച്ചായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതായത് തുടക്കത്തിൽ വേറെ ഏതോ ഗ്രൗണ്ട് ആയിരുന്നു ഈ ഒരു മാച്ചിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. മുഹമ്മദൻ സിസി അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. സോ എന്തായാലും ആ ഒരു ഗ്രൗണ്ട് പറ്റില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു. ആ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് ഇഞ്ചുറിയൊക്കെ വരുമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ മാറ്റി കല്യാണി സ്റ്റേഡിയത്തിലേക്ക് ആക്കിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഒരു മാച്ച് നടന്നത് കല്യാണി ഗ്രൗണ്ടിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ ഈ ഒരു വീഡിയോ ഇത്രയൊന്നും ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ.